വചനയാത്രയുടെ പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് ഗൗദാലൂപ്പെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപത്ത് ഘട്ടങ്ങളിൽ പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യദേവന്മാരിലേക്ക് അല്ലെങ്കിൽ മറ്റു ശക്തികളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാനായിട്ട്, പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഗൗദാലൂപ്പെ മാതാവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, എല്ലാത്തിനും ഉത്തരം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഗൗദാലൂപ്പയിൽ ജുവാൻ ഡിയാഗോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ലോകത്തിന് നൽകിയ വലിയ സന്ദേശം ഇത് തന്നെയാണ്. എല്ലാറ്റിനും ഉത്തരം, എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള മറുപടി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ക്രിസ്തുവിനെ സത്യദൈവമായി കണ്ടുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ക്രിസ്തുവാണ് ഏകരക്ഷകനെന്ന് അടിയുറച്ച് പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ ചിത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. സൂര്യന് മുൻപിലായാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുക. അതിനർത്ഥം മാതാവ് സൂര്യദേവനേക്കാളും ശക്തനുള്ളവനെന്നർത്ഥം. രണ്ടാമതായിട്ട് മാതാവിൻ്റെ സ്ഥാനം ചന്ദ്രന് മുകളിലാണ്. ഇത് സൂചിപ്പിക്കുക ഇരുട്ടിനേക്കാൾ അധികം ശക്തം പ്രകാശമായ പരിശുദ്ധ അമ്മയ്ക്കാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ അരക്കെട്ടിലെ കറുത്ത റിബൺ. അസ്റ്റക് സംസ്കാരമനുസരിച്ച് ഈ കറുത്ത റിബൺ സൂചിപ്പിക്കുക ഗർഭിണിവതിയായ സ്ത്രീയെ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ ഉദരത്തിൽ വരിച്ചിരിക്കുന്ന അമ്മയെയാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുക. കരങ്ങൾ കൂട്ടിക്കെട്ടി താഴേക്ക് നോക്കിയിരിക്കുന്ന നയനങ്ങൾ സൂചിപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ എളിമ, വിനയം, അനുസരണ എന്നീ പുണ്യങ്ങളെയാണ്. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലെ മാലാഖമാർ വഹിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുക പരിശുദ്ധ അമ്മ ദൈവമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദൂത് മനുഷ്യന് നൽകുവാൻ അയക്കപ്പെട്ടവൾ എന്നുള്ളതാണ്. ശാസ്ത്രത്തിന് പോലും ഉത്തരം നൽകാനാകാത്ത അത്ഭുതകരമായ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വിചിത്രമായ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യകരങ്ങൾ കൊണ്ട് വരച്ചതല്ല, സാധാരണ നിറങ്ങളാൽ മോടി പിടിപ്പിച്ചതുമല്ല. ഈ ചിത്രം ഒരു കലാരൂപമല്ല, ഈ ചിത്രം ഒരു ചരിത്രവുമല്ല. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും മായാതെ, മങ്ങാതെ ഇന്നും ജീവിക്കുന്ന അത്ഭുത ചിത്രം. ഈ ചിത്രത്തെ ആസ്പദമാക്കി കുറച്ചധികം റിസർച്ചുകൾ സയൻറ്റിസ്റ്റുകൾ നടത്തുകയുണ്ടായി. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിട്ട് ഞാൻ കരുതുക കെമിസ്ട്രിയിൽ നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ റിച്ചാർഡ് ഖുൻ്റെ കുറച്ചധികം കണ്ടെത്തലുകളാണ്. അദ്ദേഹം ഇപ്രകാരം 100ഓളം റിസർച്ചുകൾക്ക് ശേഷം പറഞ്ഞു വച്ചു, ഈ ചിത്രത്തിൽ ഒരു നേച്ചുറൽ പിഗ്മെൻറ്റ്സ് പോലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാക്ടൂസ് ഫൈബറിൻ്റെ പ്രതലമാണ്, അല്ലെങ്കിൽ തുണിയാണ്. 20-30 വർഷങ്ങൾക്കുള്ളിൽ നശിച്ചു പോകേണ്ട ഈ തുണി 500-ലധികം വർഷമായിട്ടും അതേപടി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കണ്ടെത്തൽ, നിറങ്ങൾ നാരിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിന് പകരം അവയ്ക്ക് പുറംപാളി പോലെ നിലകൊള്ളുന്നു. ഈ അത്ഭുതം എന്തുകൊണ്ടാണ്, എങ്ങനെ, എപ്പോൾ സംഭവിച്ചു എന്നതിന് ശാസ്ത്രത്തിന് ഉത്തരമില്ല. എന്നാൽ സഭ നമ്മെ പഠിപ്പിക്കും, ഈയൊരു ചിത്രം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ച വലിയൊരടയാളമാണ്. 1531 ജുവാൻ ഡിയാഗോ എന്ന ഒരു ആദിവാസി യുവാവിന് ടേപ്പയാക് കുന്നിൽ വച്ച് ഗൗദാലൂപ്പെ മാതാവ് നൽകിയ അത്ഭുത ചിത്രം. ഈ ചിത്രത്തെ ആസ്പദമാക്കിയ ചില ചരിത്ര സംഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. 1500കളിൽ മെക്സിക്കോ നഗരത്തെ അടക്കി ഭരിച്ചിരുന്നത് അസ്റ്റക് രാജവംശമായിരുന്നു. അസ്റ്റക് രാജാക്കന്മാർ തങ്ങളുടെ ദൈവമായി സൂര്യദേവനെ പ്രതിഷ്ഠിച്ചിരുന്നു. എല്ലാ മനുഷ്യരും സൂര്യദേവൻ്റെ മക്കളാണെന്നും അവർ വിശ്വസിച്ചു. സൂര്യദേവൻ പ്രഭ ചൊരിയണമെങ്കിൽ, പ്രകാശം നൽകണമെങ്കിൽ ദേവന് മനുഷ്യരക്തം ആവശ്യമാണെന്ന് പോലും അവിടെയുണ്ടായിരുന്ന, അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ കരുതി. ക്രൂരന്മാരായ രാജാക്കന്മാർ അടിമകളെയും അശക്തരെയും ദൈവത്തിന് ബലി കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ വളരെ ഉയരത്തിൽ വളരെ വലിയൊരു ബലിപീഠവും നിർമ്മിച്ചു. ജീവനുള്ള മനുഷ്യൻ്റെ നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് ഉയരെയുള്ള ബലിപീഠത്തിൽ നിന്നുകൊണ്ട്
താഴെയുള്ള വിശ്വാസികൾക്ക് മനുഷ്യൻ്റെ ഹൃദയം മുറിച്ച് രക്തം വരുന്ന തരത്തിൽ കാണിച്ചു നൽകിക്കൊണ്ടാണ് ബലിയർപ്പിച്ചിരുന്നത്. ചരിത്രം പറയും, വെറും 4 ദിവസം കൊണ്ട് 80,000-ഓളം മനുഷ്യരെ നരബലിയായിട്ട് അർപ്പിച്ചുവെന്നുമൊക്കെ ചരിത്രം പറഞ്ഞു വയ്ക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അസറ്റിക് രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന ടേപ്പയാ കുന്നിൻ ചെരുവിൽ ജുവാൻ ഡിയാഗോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുക. മാതാവ് അവിടെയൊരു പള്ളി സ്ഥാപിക്കുവാനും ആവശ്യപ്പെടുന്നുണ്ട്. പള്ളി സ്ഥാപിക്കണമെങ്കിൽ അവന് തക്ക അടയാളം കാട്ടിക്കൊടുക്കണമെന്നായിരുന്നു അവിടുത്തെ ബിഷപ്പിൻ്റെ ആവശ്യം. ബിഷപ്പിൻ്റെ ആവശ്യപ്രകാരം ജുവാൻ ഡിയാഗോ ദിവസങ്ങൾക്കകം മാതാവിനോട് ഇത് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. തുടർന്ന് മാതാവ് ജുവാൻ ഡിയാഗോയോട് പറയും, റോസാപ്പൂക്കൾ പൂക്കുന്ന കാലമല്ലാതിരുന്നിട്ടും കുറച്ചധികം റോസാപ്പൂക്കളെ നൽകിക്കൊണ്ട് തൻ്റെ മേലങ്കിയിൽ അവയൊക്കെയും പറിച്ചെടുത്തുകൊണ്ട് ജുവാൻ ഡിയാഗോ ബിഷപ്പിൻ്റെ സന്നിധിയിലെത്തുന്നു. ഈ അത്ഭുത ഗന്ധം നൽകുന്ന റോസാ പുഷ്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന മേലങ്കി തുറന്നു കാട്ടിയതും ബിഷപ്പിന് വളരെയധികം അത്ഭുതമായി. അതൊരു സ്വർഗീയ ആനന്ദം അല്ലെങ്കിൽ ഒരു സ്വർഗീയ ഗന്ധം അവിടെ വ്യാപിച്ചുവെന്ന് മാത്രമല്ല, ഈ ഒരു അത്ഭുത ചിത്രവും ആ തുണിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചരിത്രത്തിനിന്നും ആ തുണി നിഗൂഢമായിട്ട് തുടരുന്നു.